നമസ്കാരം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വീട്ടിലെല്ലാവരും കൂടെ കൂടി ഇപ്പം ചാർക്കോൾ ഉണ്ടാക്കിയായിരുന്നേ. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ വീട്ടിൽ തന്നെ എങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് ചാർക്കോൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 വിങ്സും അതേപോലെ 4 ലെഗ് പീസുമാണ് കേട്ടോ ചിക്കൻ്റെ എടുത്തേക്കുന്നത്. അപ്പം മൊത്തം 6 പീസായി ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആളുകളാണോ ഉള്ളത് അതിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാമേ. അതുപോലെ തന്നെ സ്കിൻ ഔട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിവിടെ ഞങ്ങൾക്ക് സ്കിൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പ്രിപ്പയർ ചെയ്തെടുത്താലോ. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഇവിടെ 3/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അതേ അളവിൽ തന്നെ, അതായത് 1 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത്, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂണ് ഇത്രയും ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മസാല പ്രിപ്പയർ ചെയ്തിട്ട് കുറവാണെങ്കിൽ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി വേണമല്ലോ. നാരങ്ങ നീരാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 1 നാരങ്ങ മുഴുവനായിട്ട് ഇവിടെ ഞാൻ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുവൊക്കെ വീണ് കിടപ്പുണ്ട്, അതെല്ലാം ഇനി മാറ്റിയെടുക്കണം. നാരങ്ങ നീരിന് പകരമായിട്ട് നമുക്ക് തക്കാളി അരച്ചതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നാരങ്ങ നീരാണ് ഉപയോഗിക്കുന്നത്. ഇനി അതും ഇല്ലെങ്കിൽ അല്പം വിനാഗിരി ചേർത്താലും മതിയാകും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒലിവെണ്ണയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ ഒലിവെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒലിവെണ്ണ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാവേ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അധികം പുളിയൊന്നുമില്ലാത്ത തൈര് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പം ഏകദേശം 3 ടേബിൾ സ്പൂൺ അളവിൽ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ മസാലയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 1-2 ഇൻഗ്രീഡിയൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചൊക്കെ തയ്യാറാക്കാവേ. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുമ്പം അല്പം വെള്ളവും കൂടെ ചേർത്ത് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരുത്തണേ. ഇല്ലെങ്കിൽ നമ്മുടെ ചിക്കനിൽ അത് നന്നായിട്ട് പുരണ്ട് കിട്ടത്തില്ല. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് തിക്കും ആവരുത്, എന്നാൽ ഒരുപാട് ലൂസും ആവാൻ പാടില്ല. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് പറ്റത്തില്ല. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടുമേ. അപ്പോൾ എത്ര വെള്ളമാണ് ചേർക്കുന്നതെന്ന്. ഇത് ഞാൻ ഈ ഒരളവിലാണ് കേട്ടോ എൻ്റെ മസാല ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് പുരട്ടി കൊടുത്താൽ മതിയാകും. അപ്പോൾ പുരട്ടി കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യണേ. എന്തെങ്കിലും കട്ടിയുള്ള ഒരു സാധനം വെച്ചിട്ട്, ഞാനിവിടെ ചപ്പാത്തിയുടെ റോളാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, അത് വെച്ചിട്ട് ചിക്കൻ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 സൈഡും തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണേ. ഫ്രോസൺ ചിക്കനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാർഷായിട്ടൊന്നും അടിച്ചേക്കല്ലേ, കാരണം അതെല്ലാം സ്കിന്നെല്ലാം വേറെ വേറെ ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഫ്രോസൺ ചിക്കൻ ആണെങ്കിൽ മാത്രമാണ്, ഫ്രഷ് ചിക്കൻ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ ചപ്പാത്തി റോൾ ഇല്ലെങ്കിൽ ഒരു കല്ലാണെങ്കിൽ മതി, നന്നായിട്ട് ക്ലീൻ ആക്കിയ ഒരു കല്ല് വെച്ചിട്ടും നമുക്ക് അടിച്ചു കൊടുക്കാം. ഇതിന് ശേഷം നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണേ. 2 സൈഡിൽ നല്ല രീതിക്കൊന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കുമ്പം മസാല ഇതിൻ്റെ ഉള്ളിലെല്ലാം പറ്റണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ എല്ലാ ചിക്കൻ പീസസും ഞാൻ 2 സൈഡും ഇടിച്ചു കൊടുത്തതിന് ശേഷം വരഞ്ഞും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ 6 പീസും റെഡി ആയിട്ടുണ്ട്. ഇനി മസാല പുരട്ടി വെച്ചാൽ മതിയാകും. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഇനി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ല രീതിക്കൊന്ന് ഇത് പുരട്ടി കൊടുക്കണേ. കാരണം ഉള്ളിലെല്ലാം നമ്മൾ വരഞ്ഞു വെച്ച ഭാഗത്തെല്ലാം നല്ല രീതിക്ക് പോകുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ചാർക്കോൾ ഉണ്ടാക്കാൻ വലിയ പാടുള്ള പണിയൊന്നുമല്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാവേ. ഇനി പുറത്ത് ഇങ്ങനെ ചാർക്കോളൊന്നും ഉപയോഗിച്ച് ചുട്ടെടുക്കാനുള്ള സൗകര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ, നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റൗവിൽ തന്നെ നമ്മുടെ പാനിൽ എങ്ങനെയാണ് ചാർക്കോൾ നല്ല അടിപൊളിയായിട്ട് ഇതേ ടേസ്റ്റിൽ തന്നെ ചുട്ടെടുക്കുന്നതെന്നുള്ള വീഡിയോ പിന്നീട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാമേ. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ചിക്കൻ പീസസിലും നമ്മുടെ മസാലയെല്ലാം നല്ല രീതിക്ക് പുരട്ടി വെച്ചിട്ടുണ്ട്. കറക്റ്റ് അളവിലുള്ള മസാലയായിരുന്നു, എല്ലാ പീസിലും പറ്റാവുന്ന രീതിയിലുള്ള മസാലയായിരുന്നു. കൂടി പോയിട്ടുമില്ല, കുറഞ്ഞു പോയിട്ടുമില്ല. അപ്പം ഇനി ഇങ്ങനെ നമ്മൾ മസാല പുരട്ടി വെച്ച് ഏകദേശം 6 മണിക്കൂർ തൊട്ട് 7-8 മണിക്കൂർ വരെയെങ്കിലും വെക്കണം.
ഇല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതിയാകും. ഇല്ലെങ്കിൽ നമ്മൾ വൈകിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ പുരട്ടി വെച്ചാലും മതിയാകും. ഇനി നമുക്ക് നമ്മുടെ ചിക്കന് ചാർക്കോളിലിട്ട് ചുട്ടെടുക്കുന്ന സെറ്റപ്പ് ചെയ്യണമല്ലോ. അപ്പം അതിനായിട്ട് ഇവിടെ 3 ഇഷ്ടികയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത്. ഒരു സൈഡിൽ ടൈൽസാണ് കേട്ടോ വെച്ച് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ 4 ഇഷ്ടിക വെച്ചും നിങ്ങൾക്ക് ചെയ്യാം. ഒട്ടും സ്പേസ് ഇല്ലാത്ത രീതിയിൽ 4 ഭാഗവും കവർ ചെയ്ത് വെക്കണേ, ഇല്ലെങ്കിൽ തീ കത്താനായിട്ട് അല്പം ബുദ്ധിമുട്ടായിരിക്കുമേ. അതിനുശേഷം ഇവിടെ ഒരു ലെയർ ചാർക്കോൾ വെച്ചു. അതിനുശേഷം കർപ്പൂരം ഇട്ട് കൊടുത്തേ. കർപ്പൂരം നമ്മുടെ മെഴുകുതിരിയും കൊണ്ട് കത്തിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് തീ പിടിക്കാൻ തുടങ്ങുമല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചാർക്കോൾ വീണ്ടും വെച്ച് കൊടുക്കുക. അങ്ങനെ ഓരോരോ ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കത്തി പിടിക്കാനായിട്ട് കുറച്ച് പാടാണ്, എന്നാൽ കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചാർക്കോൾ ചുട്ടെടുക്കാൻ പറ്റും. നമ്മളിവിടെ 2 കിലോ ചാർക്കോളാണ് കേട്ടോ വാങ്ങിച്ചത്. അത് മുഴുവനായിട്ട് ഉപയോഗിച്ചില്ല. ഇങ്ങനെ വാങ്ങിക്കുന്ന ചാർക്കോളാണ് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയേ. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ഇതാണ് നല്ലതെന്ന് തോന്നിയേ. ഇങ്ങനെ തന്നെ നമുക്ക് കുറച്ച് ലെയർ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒരുപാട് ലെയറൊന്നും വേണ്ട, കാരണം ഇത് ഒരുപാട് ലെയർ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കൻ ചാർക്കോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു ലെയർ മതിയേ. ഇതിന് കത്തി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പണി ചെയ്യാമേ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വറ്റൽമുളക് എടുത്തൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നത് അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്യാമേ. ഒരു റെഡ് കളർ ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇത് ഓരോ ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് പുരട്ടി കൊടുക്കണേ. ഇത് ചിക്കന് പ്രത്യേകിച്ച് ടേസ്റ്റ് കൊടുക്കാനായിട്ടൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒരു ഗ്ലേസിങ് കിട്ടാനും ഒരു റെഡ് കളർ പുറമേ കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ വരഞ്ഞ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊന്നും തേച്ച് കൊടുക്കണ്ട കേട്ടോ. ഒരു ബ്രഷോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ സർഫേസിൽ കൂടെ ഒന്ന് തേച്ച് കൊടുത്താൽ മതിയാകുമേ. അത് ഒരുപാടൊന്നും വേണ്ട കേട്ടോ. വറ്റൽമുളകിന് നല്ല എരിവുണ്ടെങ്കിൽ പണി കിട്ടുവേ. അപ്പം ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം, 2 സൈഡിലും ഒന്ന് തേച്ച് കൊടുക്കാമേ. ഇപ്പം നല്ലൊരു കളറൊക്കെ കിട്ടുവേ. ആർട്ടിഫിഷ്യലായിട്ട് കളറൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് വേണം കേട്ടോ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ട് സെറ്റപ്പൊക്കെ ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡ് കളർ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പം അത് സ്കിപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഇപ്പം ഞാനിവിടെ 6 ചിക്കൻ പീസിലും നമ്മുടെ ഗ്ലേസ് കിട്ടാനുള്ള ആ റെഡ് ചില്ലി ഫ്ലേക്സിൻ്റെ ഒരു സംഭവം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഗ്രില്ലിൻ്റെ സ്റ്റാൻഡിലേക്ക് ഞാൻ 6 എണ്ണം ഒരുമിച്ച് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം വലിയ ഗ്രിൽ സ്റ്റാൻഡാണ് വാങ്ങിച്ചിരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ 6 എണ്ണം ഒരുമിച്ച് കയറ്റാൻ പറ്റിയത്. നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ആണെങ്കിൽ ചെറിയ ഗ്രില്ലിൻ്റെ സ്റ്റാൻഡ് മതിയാകും. ചെറിയ ഗ്രില്ലിൻ്റെ സ്റ്റാൻഡിന് ഏകദേശം 400 രൂപയൊക്കെ വരത്തുള്ളൂ കേട്ടോ. അപ്പം ഇത് ഇവിടെ കനൽ നല്ല രീതിക്ക് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടുണ്ട്. നമുക്കിനി നമ്മുടെ ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതിയേ. തീയൊന്ന് കത്തി കിട്ടാനായിട്ട് കുറച്ച് സമയം എടുത്തേ, എങ്കിലും ചാർക്കോളായി കിട്ടാൻ അധിക സമയമൊന്നും എടുത്തില്ല, പെട്ടെന്ന് തന്നെ ആയേ. ഇപ്പം ഞാൻ ചിക്കന് ഒരു സൈഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ സൈഡ് ഏകദേശം ആകുമ്പോൾ വേണം മറ്റേ സൈഡ് തിരിച്ചു വെക്കാനായിട്ട്. ഇനി കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടുന്ന ഉദ്ദേശത്തിൽ ഞാൻ 2 സൈഡിലും കുറച്ച് ബട്ടർ ബ്രഷ് തേച്ചിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബട്ടർ തേച്ച് കൊടുക്കുമ്പം അത് ഉരുക്കി അത് ഒലിച്ചു പോയിട്ട് താഴെ കനലിൽ തീ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു കുറച്ചളവ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡ് കുറച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പുറം സൈഡും കൂടെ ഇങ്ങനെ തന്നെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ബട്ടർ തേച്ച് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ബട്ടർ തേക്കുമ്പോൾ അത് ഒലിച്ച് വീഴുന്നിടത്തെല്ലാം നല്ലതായിട്ട് തീ പിടിക്കുന്നുണ്ട്. തീ അങ്ങനെ ഒരുപാട് സമയം നിൽക്കത്തില്ല കേട്ടോ, അന്നേരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ്, കാരണം നമ്മൾ ഒലിവ് ഓയിലൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി 2 സൈഡും നല്ല രീതിക്കൊന്ന് ചുട്ടെടുക്കട്ടെ. ഇതേ നോക്കിയേ, നമ്മുടെ ചാർക്കോൾ ഇപ്പം നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എടുക്കാവേ. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ കുക്കുംബറും ഒനിയനും ഒക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. മയണൈസ് മാത്രം കടയിൽ നിന്ന് വാങ്ങിച്ചതാണേ. ഇനി കഴിച്ചു നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായം ഒന്ന് കേൾക്കണ്ടേ. സൂപ്പർ.
അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചിക്കൻ ചാർക്കോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇപ്പോഴും നാവിൽ ആ ടേസ്റ്റ് ഇരിക്കുവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.